സിംഗപ്പൂർ എന്ന രാജ്യം ഗാർഡൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു സിറ്റി ഒരു ഗാർഡനിൽ നിൽക്കുന്നത് പോലെ തോന്നണമെന്നാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ വിഷയം. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് സിംഗപ്പൂരിന്റെ ഹൃദയഭാഗത്ത് ഒരു മാസീവ് ഗാർഡൻ ഉണ്ടാക്കി. അതാണ് ഗാർഡൻസ് ബൈ ദ ബേ. സൂപ്പർ ട്രീ ഗ്രോവും ക്ലൗഡ് ഫോറസ്റ്റും അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഉള്ള ഗാർഡൻസ് ബൈ ദ ബേയും സൂപ്പർ ട്രീ ഗ്രോസിന്റെ നൈറ്റ് ലൈഫ് ഷോവും ഒക്കെ കണ്ട് സിംഗപ്പൂരിലെ ഒരു ബെസ്റ്റ് ഫുഡ് സ്പോട്ട് ആയിട്ടുള്ള ന്യൂട്ടൺ ഫുഡ് സെന്ററിൽ പോയിട്ട് അവിടുത്തെ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്ത് സിംഗപ്പൂരിലെ നമ്മുടെ സ്വന്തം രജിച്ചേട്ടനുമൊത്ത് ഒരു അടിപൊളി ഡിന്നറൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. അപ്പോൾ നമുക്കിന്ന് ഗാർഡൻസ് ബൈ ദ ബേയും രാത്രികാല കാഴ്ചകളും ഇവിടുത്തെ ന്യൂട്ടൺ ഫുഡ് സ്പോട്ടൊക്കെ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ റമീസ്, വെൽക്കം ടു 12B മീഡിയ. ഗാർഡൻസ് ബൈ ദ ബേയിലേക്ക് നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. MRT എടുത്തിട്ട് ഗാർഡൻസ് ബൈ ദ ബേ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങാം. സിംഗപ്പൂരിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് MRT തന്നെയാണ് കേട്ടോ. ഇവിടെ MRT കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് $10 ആയത്. ഇവിടുത്തെ മെട്രോ ഡ്രൈവർലെസ് ആണ് കേട്ടോ. മുന്നേ മെട്രോയിൽ കയറിയപ്പോൾ മിഡിൽ ബോഗിയിലൊക്കെ കയറിയത്, ലാസ്റ്റ് ബോഗിയിൽ കയറിയപ്പോഴാണ് ഇത് ഡ്രൈവർലെസ് ആണെന്ന് മനസ്സിലായത്. മറീന ബേ. അങ്ങനെ നമ്മൾ ഗാർഡൻസ് ബൈ ദ ബേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഗാർഡൻസ് ബൈ ദ ബേ സൗത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഈസ്റ്റ് ഗാർഡൻ അതുപോലെ സെൻട്രൽ ഗാർഡൻ പറഞ്ഞ് വേറെയും ഗാർഡൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ സൗത്ത് ഗാർഡനിലാണ് മേജറായിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഉള്ളത്. മെട്രോ അല്ലാതെ ടാക്സിയിൽ നമുക്ക് ഈ ഒരു ഗാർഡൻസ് ബൈ ദ ബേയിൽ വരാം. പക്ഷേ ഇവിടെ ടാക്സി സിംഗപ്പൂരിൽ കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. മെട്രോ ഇറങ്ങി നടക്കുന്ന വഴിയിൽ സൈക്ലിസ്റ്റുകളും അതുപോലെ ജോഗ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ക്ലൗഡ് ഫോറസ്റ്റും അതുപോലെ സൂപ്പർ ട്രീ ഗ്രോവും കാണാനാണ് ആദ്യം പോകുന്നത്. ഇവിടുന്ന് സിംഗപ്പൂർ ഫ്ലയറിൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ കാണാം കേട്ടോ. ആ ഓപ്പോസിറ്റ് സൈഡിലാണ് മെർലിയൻ പാർക്കൊക്കെ ഉള്ളത്. ഇവിടുത്തെ ക്ലൗഡ് ഫോറസ്റ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ക്ലൗഡ് ഫോറസ്റ്റ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. ഇതുപോലെയുള്ള വാട്ടർഫോളുകളും അതുപോലെ ഒരുപാട് അടിപൊളി പ്ലാന്റ്സൊക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് ഈ ഒരു ക്ലൗഡ് ഫോറസ്റ്റ്. ഈ ഒരു ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് പ്രത്യേക ടിക്കറ്റുകളുണ്ട്. അതെടുത്തതിന് ശേഷം നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ മിസ്റ്റിംഗ് കാണണമെങ്കിൽ 10 മണി 12 മണി അതുപോലെ 2 മണി അങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട ടൈമിൽ വരണം. രാത്രി 8 മണിക്കാണ് ലാസ്റ്റ് മിസ്റ്റിംഗ് ഉണ്ടാവുക. നമ്മൾ ഗാർഡൻസ് ബൈ ദ ബേയിലെ സൂപ്പർ ട്രീ ഗ്രോവ് കാണാൻ വേണ്ടി പോവാണ്. സിംഗപ്പൂർ നമ്മൾ വരുമ്പോൾ ഏറ്റവും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളിതിൽ കാണുന്ന ഒരു ഫോട്ടോ ആണ് ഈ ഒരു സൂപ്പർ ട്രീ ഗ്രോവിൻ്റെ. രാത്രിയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് പകലുള്ള വ്യൂവും രാത്രിയുടെ വ്യൂ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് അറൗണ്ട് ഒരു 6:45 ആകുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഞാനും ആകാശ് ബ്രോയും പിന്നാലെ വരുന്നുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് വീക്കെൻഡിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ തിരക്കുണ്ടെന്ന് തോന്നുന്നാലും കുഴപ്പമില്ല, തിരക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഈ ഒരു സൂപ്പർ ട്രീസ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. 25 to 50 മീറ്ററോളം ഹൈറ്റിലാണ് ഈ ഒരു സൂപ്പർ ട്രീസ് നിൽക്കുന്നത്. ടോട്ടലി ഈ ഒരു ഗാർഡൻസ് ബൈ ദ ബേയിൽ 18 സൂപ്പർ ട്രീസ് ഉണ്ട്. സോളാർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സൂപ്പർ ട്രീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. രാത്രിയുള്ള നൈറ്റ് ഷോ ഒക്കെ സോളാർ യൂസ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ. ഗാർഡൻസ് ബൈ ദ ബേയിലെ ഈ ഒരു സൂപ്പർ ട്രീ ഗ്രോ നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ ഒരു സൂപ്പർ ട്രീ ഗ്രോവിനെ ബന്ധിപ്പിച്ചിട്ട് സ്കൈ വാക്കുകളുണ്ട്. അതിലൂടെ നമുക്കിങ്ങനെ വാക്ക് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ ഒരു ഒബ്സർവേറ്ററി ഡെക്കും ഉണ്ട് കേട്ടോ. ഒബ്സർവേറ്ററി ഡെക്കും സ്കൈ വാക്കൊക്കെ പെയ്ഡാണ്. നമുക്ക് ഈ ഒരു സൂപ്പർ ട്രീ ഗ്രോവും അതുപോലെ ഇവിടുത്തെ നൈറ്റ് ഷോ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ലൈറ്റെല്ലാം ഇട്ട് തുടങ്ങി കേട്ടോ. ഇതൊക്കെ ലൈറ്റെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണിത്. തൊട്ട് ബാക്കിൽ മെറീന ബേ കാണാം.
നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ആളുകളൊക്കെ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ലൈറ്റ് വന്നിട്ട് വേണം എല്ലാവർക്കും ഇറങ്ങി ഫോട്ടോ എടുക്കാൻ. അത്രയും ഭംഗിയുള്ള ഒരു പാർക്കാണ് ഈ ഒരു സ്ഥലം. ഇവിടെ സൂപ്പർ ട്രീ ഗ്രോവിൻ്റെ അവിടെ ഇപ്പോൾ നൈറ്റിലെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ് വന്നു. 7:45 സ്റ്റാർട്ട് ചെയ്യുന്നത്. രക്ഷയില്ലാത്ത ലൈറ്റിംഗ് ഷോ കാണാം നമുക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ നൈറ്റുള്ള ലൈറ്റ് ഷോ. ഇതൊരു 15 to 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഷോ ആണിത്. എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. നമ്മളങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ കണ്ടില്ല ഒരുപാട് എന്താ പറയുക പ്രതിമകളുണ്ട് കേട്ടോ. റൈനോസറും എലഫൻറ്റും ചിമ്പാൻസൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പകലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കിത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായില്ല. ഇവിടെ നമ്മളൊരു ഈവനിങ് ടൈമിലാണ് എത്തിയത്. കാരണം നമുക്കൊരു കുറച്ച് ദിവസം മാത്രമേ നമ്മൾ സിംഗപ്പൂരിലുള്ളൂ. അപ്പോൾ അതിലുള്ള നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം കിട്ടിയില്ല. ഇവിടെ മറീന ബേ ഹോട്ടലിൽ ഒരു അടിപൊളി ഒരു വ്യൂ കാണാം കേട്ടോ. ഒരു നൈറ്റ് വ്യൂ നമുക്ക് പോകുന്ന വഴിയിൽ ഇവിടുന്ന് കാണാം. നൈറ്റിൽ ഈ ഒരു ഗാർഡൻസ് ബൈ ദ ബേ എന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ. സിംഗപ്പൂർ ഫ്ലയറും ആ ഒരു ടവേഴ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി ഇതൊരു വേറെ ലെവൽ തന്നെയാണ്. ഇപ്പോൾ പോകുന്നത് ന്യൂട്ടൺ ഫുഡ് സെൻറ്ററിലേക്കാണ്. അവിടെ നമ്മുടെ വെയിറ്റ് ചെയ്തിട്ട് രജിച്ചേട്ടനുണ്ട്. രജിച്ചേട്ടനെ കാണാനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ന്യൂട്ടൺ ഫുഡ് കോർട്ടിലെ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ ന്യൂട്ടൺ ഫുഡ് കോർട്ടിലാണ്. നമ്മൾ മെട്രോയിൽ വന്ന് ഇറങ്ങി നേരെ രജിച്ചേട്ടനെ കൂട്ടിയിട്ട് ന്യൂട്ടൺ ഫുഡ് കോർട്ടിലേക്ക് വന്നതാണ്. രജിച്ചേട്ടൻ നാട്ടിലെവിടെയാണ്? ആക്ച്വലി ചെങ്ങന്നൂരാണ് രജിച്ചേട്ടനുള്ളത് കേട്ടോ. പുള്ളി ഇവിടെ 10-28 വർഷമായിട്ട് ഇവിടെ സിംഗപ്പൂരിന് ഉള്ള ആളാണ്. അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ന്യൂട്ടൺ ഫുഡ് സെൻറ്റർ കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ സിംഗപ്പൂരിയൻ ക്യുസീൻ നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാന്നുള്ളതാണ് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ തായ്, മലായ്, ചൈനീസ് ഫുഡുകളും കിട്ടും. ഇവിടുത്തെ കുറച്ച് വെറൈറ്റീസൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ടേക്ക് അവേ ആണെല്ലാം. ചിക്കൻ വിങ്സ് ആണ് തോന്നുന്നത്. ഇതൊരു സെപ്പറേറ്റ് പ്രിപ്പറേഷനാണ്. ഒരു സ്പെഷ്യൽ മാരിനേഷനുള്ള സ്റ്റിംഗ്രേ ഫ്രൈയും അതുപോലെ ഒരു ഓംലേറ്റും പിന്നെ ചിക്കൻ്റെ ഒരു ഡിഷും കുറച്ച് റൈസും അതുപോലെ ഇതൊരു ചീരയാണ്. ഒരു ചീരേൻ്റെ ഒരു സാലഡും ഉണ്ടോ നമ്മൾ ഓർഡർ ചെയ്ത്. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു മീൻ മുട്ടയുടെ ഡിഷും അതുപോലെ തന്നെ ഒരു ചിക്കൻ വിങ്സും കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇതെന്ന് പറയുന്നത് പരിഞ്ഞിലാണ് മീനിൻ്റെ മുട്ട. മീൻ മുട്ടയാണ് ഓപ്പൺ ചെയ്ത് കഴിച്ചാൽ മതി.
ഇത് ഒട്ട അതുപോലെ ഒട്ടക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഡിഷാണ് കേട്ടോ. ഇത് ഫിഷിൻ്റെ എഗ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇട്ടാൽ മതി. ചൈനീസ് ഫുഡ് പറയാൻ പറ്റില്ല, ചൈനീസ് ഫുഡ് വേറെ. നമ്മൾ റേച്ചേട്ടൻ്റെ കൂടെ ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. സൂപ്പറാണ് കേട്ടോ റേച്ചേട്ടൻ. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സിംഗപ്പൂരിൽ വന്നിട്ട് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ ന്യൂട്ടൺ ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ റേച്ചേട്ടൻ്റെ കൂടെ നമ്മളെല്ലാവരും കൂടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലായിട്ട് എഴുതുക. സിംഗപ്പൂരിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പാക്കേജില്ലാതെ തന്നെ വരാനുള്ള എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.